കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമത്തിലൂടെ CPM നേതാവ് KJ ഷൈനെതിരെ അപവാദ പ്രചരണങ്ങൾ നടക്കുകയാണ്. കടുത്ത സൈബർ ആക്രമണമാണ് ഷൈനെതിരെ നടക്കുന്നത്. കരുത്ത് ആരും ദാനമായി തന്നതല്ലെന്നും താൻ അറിഞ്ഞ ആശയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ആർജിച്ചെടുത്തതാണെന്നും വിവാദങ്ങളിൽ KJ ഷൈൻ പ്രതികരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഷൈൻ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബിനു സുകുമാരൻ എന്ന വ്യക്തി നൽകിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് CPM സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ സദാചാര സംസ്കാരത്തിന് എതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഷൈൻ ടീച്ചറെ കുറിച്ച് ഇന്നലെ യൂട്യൂബിൽ ആദ്യം വിളിച്ചു പറഞ്ഞത് KM ഷാജഹാൻ ആയിരുന്നു. ഷാജഹാൻ പറഞ്ഞത് വസ്തുതയാണോ എന്നത് ചർച്ച പോലും അർഹിക്കുന്നില്ല. ഷൈൻ ടീച്ചറുടെ എന്നല്ല, ഒരാളുടെയും വ്യക്തി ജീവിതത്തിലും അവിടെ ഒരു കയ്യേറ്റമോ പീഡനമോ ഇല്ലെങ്കിൽ ഇടപെടാൻ ഒരാൾക്കും അവകാശമില്ല. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അടുത്തേക്ക് ക്യാമറയും തൂക്കിച്ചെന്നത് ഷൈൻ ടീച്ചറെ നിങ്ങളുടെ ചാനലായിരുന്നു. നിങ്ങളുടെ പാർട്ടിയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അശ്ലീല പരാമർശം നടത്തിയത്. മഞ്ചേരിയിൽ നിങ്ങളുടെ കൈരളിയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ലൈവ് നൽകി ബാക്കി ചാനലുകളെയും ആളുകളെയും അവിടെ എത്തിച്ചത്. ഷൈൻ ടീച്ചർ നിങ്ങളുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിന്റെ ഓഫീസിൽ ഒളിക്യാമറ വെച്ചത് കോൺഗ്രസുകാർ ആയിരുന്നില്ല, നല്ല പെർഫെക്റ്റ് CPM സഹാക്കളായിരുന്നു. ക്യാമറയിൽ കുടുങ്ങിയ യുവതിയുടെ ജീവിതം എന്താ എന്ന് നിങ്ങൾക്ക് അറിയാമോ? വടകരയിലെ കോൺഗ്രസ് നേതാവും തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ തിരുവള്ളുവർ മുരളിക്കെതിരെ അനാശാസ്യ ആരോപണവുമായി DYFI കളിച്ച കളി ഓർമ്മയുണ്ടോ വനിതാ സഖാവെ? അന്ന് ജോലിക്കെത്തിയ യുവതിയെയും മുരളിയെയും ഷട്ടർ അടച്ച് പുറത്തുനിന്ന് പൂട്ടി അനാശാസ്യം ആരോപിച്ച് പ്രകടനം നടത്തി ചാനലുകളെ വിളിച്ചുകൂട്ടിയ താങ്കളുടെ പാർട്ടിക്കാരെ ഓർമ്മയുണ്ടോ ടീച്ചറെ? AP അബ്ദുള്ളക്കുട്ടിയുടെ കാറിന്റെ പുറകെ ഉള്ള കാറിൽ യുവതി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് സീറോ ബ്രേക്കിംഗ് നൽകിയ കൈരളി സംഘത്തെ ടീച്ചർ മറന്നുപോയോ? ശോഭന ജോർജ് കോൺഗ്രസ് പാർട്ടിയിലായ സമയത്ത് അവർക്കെതിരെ അശ്ലീല പാട്ടും കഥയുമായി CPM പൊതുയോഗങ്ങളിൽ വന്നുകൂടുന്ന സെക്ഷൽ പെർവർട്ടുകളായ കമ്മികൾക്ക് രതിമൂർച്ച പകർന്നു നൽകിയ കഥാപ്രാസംഗികനെ ഓർമ്മയുണ്ടോ ടീച്ചറെ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് വായിൽ തോന്നിയ അശ്ലീലം പറഞ്ഞു നടന്ന സരിതയ്ക്ക് കുട പിടിച്ച CPM നടത്തിയ സമരാഭ്യാസങ്ങൾ ഓർമ്മയുണ്ടോ ടീച്ചറെ? സീരിയൽ താരത്തിന്റെ സദാചാരം തപ്പിയിറങ്ങിയ കൈരളി സംഘത്തെ ഓർമ്മയുണ്ടോ ടീച്ചർക്ക്? ഏറെ വേദനിപ്പിച്ച ഒരു കള്ളക്കഥ ജയരാജൻ മൈക്ക് കെട്ടി അവതരിപ്പിച്ച് ലോകമെമ്പാടുമുള്ള കടുന്നലുകൾ ഏറ്റുപാടുകയും ചെയ്ത ഒന്നാണ്. ആന്തൂർ ചെയർപേഴ്സന്റെ പിടിവാശി മൂലം ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു അത്. സാജന്റെ ഭാര്യയുടെ ദുർനടപ്പും അവിഹിതവുമാണത്രേ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ അത് ജയരാജന്റെ ഭാവന സൃഷ്ടി മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞു. എന്തു തന്നെ ആയാലും ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വ്യക്തികളുടെ സ്വകാര്യ ജീവിതം അവർക്ക് വിട്ടുകൊടുക്കുക. ഇക്കാര്യത്തിൽ താങ്കൾക്കൊപ്പമാണ്. ഒഴിവുള്ള സമയത്ത് കൈരളിയിലെയും CPMലെയും ഞരമ്പ് രോഗികൾക്ക് കൂടെ താങ്കൾ ഉദ്ബോധം നൽകുക, ഫലം ചെയ്യും.